മഹോത്സവം. ഇവിടെ ഇപ്പോൾ മഹോത്സവം എന്തുകൊണ്ടാ? ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളത് എന്നാണ് അർത്ഥം. ഉത്സാഹം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? എൻ്റെ കുടുംബക്ഷേത്രമാണ്. എപ്പോഴും നമുക്ക് ദേശദേവത അല്ലെങ്കിൽ പരദേവത എന്നൊക്കെ പറയുന്നതിലും ഒന്നുകൂടി അടുപ്പം കുടുംബക്ഷേത്രത്തിനോട് കാണും. കാരണം നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര സങ്കല്പം എടുത്തു നോക്കുമ്പോൾ 5 തരം ക്ഷേത്രങ്ങളെ നമുക്ക് കാണാം. അതിലെ ഒന്നാണ് ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ, ഒരു ഗ്രാമം ഉണ്ടാവണമെങ്കിൽ, ഒരു ദേശം ആയി മാറണമെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ വേണം. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും അടിസ്ഥാനം കുടുംബക്ഷേത്രമാണ്. ഇവിടെ കുടുംബക്ഷേത്രത്തിലൊന്നും വന്നില്ല, ഞാൻ എൻ്റെ ദേശദേവതയെ പോയി തൊഴുതു, ഒരു ഗുണവുമില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ വണങ്ങേണ്ടത് ധർമ്മദൈവത്തെ, നമ്മുടെ കുലദേവതയെയാണ് എന്നാ പറയുക. പണ്ടൊക്കെ ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവരവരുടെ കുലദൈവങ്ങളെ ആദ്യം വണങ്ങുക. നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പല ഫോട്ടോകളും ചെറിയ ബിംബങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, ആദ്യം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് വണങ്ങേണ്ടത് നമ്മളുടെ ദൈവകാരണവന്മാരെ, കുലദേവതകളെ ആണ്. അതുകൊണ്ടാണ് കുടുംബക്ഷേത്രത്തിന് ഇത്രയും മഹിമ ഉണ്ടാവുന്നത്. ഇപ്പം ഇവിടെ തന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പിന്നീട് എല്ലാം കെട്ടാറിപ്പോയി. പിന്നീട് പല സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ വന്ന് എന്ത് ചെയ്തു? ഇതെല്ലാം പൊക്കി ഇത്രയാക്കി വെച്ചു. ഇപ്പം എല്ലാം പൂർണ്ണതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഉത്സാഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണോ? ഈ വർഷത്തിലൊരിക്കൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂയം നാളിൽ, ഇപ്പം അങ്ങനെയാണല്ലോ, പ്രതിഷ്ഠാദിനം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ഈ പൂജാതി കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാ? ഈ ക്ഷേത്ര ദേവതയുടെ ചൈതന്യലോപം മാറ്റിയെടുക്കുന്നതിനാ. അതിനുവേണ്ടി നടത്തുന്ന മഹത്തായ പൂജകളും കർമ്മങ്ങളുമാണ് എന്ത്? ഉത്സവം എന്ന് പറയുന്നത്. മനസ്സിന് ഉത്സാഹം അതുകൊണ്ടാ എല്ലാവരും കൂടി ആടി ഒന്നിച്ച് ചെയ്യുമ്പോൾ.